കേട്ടാ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ റോസ്മേരി നേഴ്സ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ നാടും ഈ മാഞ്ഞാലിയുടെ നാടും അതിൻ്റെ സ്ഥലവും അതിൻ്റെ ഭംഗിയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് പോകാം. അപ്പം ഇതാണ് ഈ നാടിൻ്റെ. അപ്പം നമുക്ക് പതിയെ പതിയെ ഈ നാടിൻ്റെ ഭംഗിയും സൗന്ദര്യവും എല്ലാം നമുക്ക് കാണാം. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാഴത്തോട്ടമുണ്ട്, അതിമനോഹരമായിട്ടുള്ള വാഴത്തോട്ടമുണ്ട്. പിന്നെ അതിന് തൊട്ടടുത്തൊരു നീർച്ചാലുണ്ട്. ഈ നീർച്ചാലിൻ്റെ ഭംഗിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വാഴത്തോട്ടം എന്ന് പറയുന്നത് വേറെ ലെവല് വാഴത്തോട്ടമാണ്. അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നില്ലേ, ആ വാഴത്തോട്ടം എന്ന് പറയുന്നത് ഇങ്ങേ അറ്റം വരെ വരും. പിന്നെ അതിന് മുമ്പൊക്കെ തന്നെയായിട്ട് ഞാൻ ഈ നാടിൻ്റെ സൗന്ദര്യവും ഭംഗിയും എല്ലാം കാണാം. ഇവിടെ കണ്ടോ, ഇതിൻ്റെ അടിയിലായിട്ട് അടക്കകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്, നല്ല തണുപ്പായിരിക്കും രാവിലെ തന്നെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ജാതി തോട്ടവും അതിൻ്റെ ഭംഗി, ഇവിടെ ജോലി ചെയ്യുന്ന കർഷകരും ഈ നാടിൻ്റെ പ്രത്യേകതകളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് മാഞ്ഞാലി അപ്പോൾ ഇതാ അടിപൊളി സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോണത്. വേറെ ലെവലാണ് ഈ സ്ഥലങ്ങളൊക്കെ. ഇവിടെ ഒരു ചെറിയ പാമ്പോ പഴുതാരോ എന്തോ ഉണ്ടെന്നാണ് പാപ്പൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വേറെ ഷോർട്ട് കട്ട് എടുക്കണത്. എങ്കിലും നിങ്ങൾക്ക് ഈ നാടിൻ്റെ ഭംഗിയും ഈ സ്ഥലത്തിൻ്റെ രസമൊക്കെ കാണിച്ചു തരാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത സ്ഥലവും പ്രകൃതി ഭംഗിയൊക്കെയാണ്. കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുള്ള കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊരു ചെറിയ നീർച്ചാലാണ്. ഇവിടെ നിന്നാണ് പൈപ്പ് ഇട്ടത്. ഇവിടെ നിന്ന് ഇനി ഈ വെള്ളം ഏതൊക്കെ റൂട്ടിൽ കൂടി പോകുമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഇവിടെ തൊട്ടടുത്ത് അലക്കലൊക്കെ ഉണ്ട്, കാണാൻ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ആ സൈഡൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണിച്ചൊക്കെ തരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു സൈഡാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടൊന്ന് തെന്നി വീണൊന്നുമില്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം. വേറൊരു സൈഡ് കാണിച്ചു തരാം. ഇവിടെ ഒരു കർഷകനുണ്ട്, അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ചെയ്യണ ഒരു കർഷകനൊക്കെ ഉണ്ട്. ഇത് ചാണകമാണോ എന്താണെന്നാവും. പിന്നെ ഇടയിൽ കൂടി നടക്കാൻ നല്ല രസമാണ്. ഞാൻ നടന്നു നോക്കട്ടെ. ഇവിടെ വാഴക്കൂമ്പൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 7 സ്ഥലം, ഈ സ്ഥലമൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് ഒഴിച്ച് കൊണ്ടുതന്നെയാണ്. ഇതേ കെട്ടി നിർത്തിയേക്കണ ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടെ കൃഷി ചെയ്യണത്. ഇവിടെ വെള്ളം കെട്ടിയെടുത്തി കൊണ്ടുവന്നെയാണ്. ഇതാണ് നമ്മുടെ കർഷകൻ. പറയൂ കർഷകൻ്റെ പേര്. ആ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ വേറെ നല്ല അടിപൊളിയായിട്ടുള്ള മാഞ്ഞാലിയുടെ തന്നെ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ തൊട്ടടുത്താണ്. നിങ്ങൾക്കൊക്കെ വീടൊക്കെ സ്ഥലം ഒക്കെ വാങ്ങിച്ചിട്ട് താമസിക്കാൻ പറ്റിയത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളതാണ് ഈ സിറ്റികൾ. ഈ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. 5-10 മിനിറ്റുള്ളൂ ഇവിടെ നിന്ന്. നമ്മുടെ കണ്ട ഈ പ്രകൃതി കണ്ട, ഇതിനകത്ത് ഒട്ടും ഫിൽറ്ററുകളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാനൊക്കെ എടുക്കണം കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഭംഗി കുറഞ്ഞു പോയെങ്കിൽ പിന്നെ ഉള്ളൂ. വെയിലൊക്കെ അടിക്കും, എൻ്റെ പൊന്നു ഒരു രക്ഷ ഉണ്ടാവില്ല ഈ സ്ഥലത്തിൻ്റെ ഇപ്പോൾ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ. അപ്പോൾ ഈ സിറ്റി ആ നീർച്ചാലുണ്ട്, ആ നീർച്ചാലിൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ഫസ്റ്റ് വെള്ളമൊക്കെ വെള്ളം ചെറിയ രീതിയിൽ ഒഴുകി വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഈ നീർച്ചാലാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞി നീർച്ചാലാണ് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ വീട് വെച്ച് താമസിക്കേണ്ട സ്ഥലം തന്നെയാണ്. ഇവിടുത്തെ തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു 5-5:30 മണിയാകുമ്പോൾ എണീറ്റ് പോകണം. എൻ്റെ പൊന്നോ, കിളി പോണ തണുപ്പൊക്കെയാണ് ഇവിടെ. അങ്ങനത്തെ കിളി പോണ നല്ല തണുപ്പാണ്. പിന്നെ ഇവിടെ വെയിലടിച്ച് വൈകുന്നേരമൊക്കെ കട്ട വെയിലടിച്ച് അങ്ങോട്ട് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മൂത്രമൊഴിക്കും ആൾക്കാർ ഇരുന്ന്. അങ്ങനത്തെ ഭംഗിയാണ്. ഇതൊന്നുമല്ല,
ഇതൊക്കെ വെറും ലോ ക്ലാസ്സാണ്. ഇതിൻ്റെ ഭംഗി ഇതൊന്നും അല്ല. ഇത് കണ്ടോ, മരങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ ഫോട്ടോ എടുക്കണം കണ്ട് ഞാൻ കുതിയാവും. ഇതുണ്ടോ ഞാൻ അത്രക്ക് ഭംഗിയാണിത്. നോക്കിക്കേ, നമ്മുടെ നാടാണെന്ന് പോലും ആരും വിശ്വസിക്കൂല. കൊച്ചു കേരളത്തിലൊക്കെ ജനിച്ച എന്ത് ഭാഗ്യമാണ് ഇപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നണത്. ഇത് പപ്പായ ഇവിടെ എൻ്റെ അമ്മാവ നട്ടുപിടിപ്പിച്ചാണ്. ഈ സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് ഒരു ഞാനൊരു സാധനം